ഞായറാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. മരിയൻ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട സംഭവം പ്രാർത്ഥനകളുമായി ലിയോ 14 പാപ്പ. ഹംഗറിയിൽ മെഡ്ജുഗോറിയയിൽ നിന്നുള്ള മടക്കയാത്രയ്ക്കിടെ പോളിഷ് തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 12 പേർ മരിച്ച സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ലിയോ 14 പാപ്പ. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ വഴി പോളണ്ടിലെ മെത്രാൻമാർക്ക് അയച്ച ടെലിഗ്രാം സന്ദേശത്തിലാണ് മാർപ്പാപ്പ അനുശോചനവും പ്രാർത്ഥനയും അറിയിച്ചത്. MV3 ഹൈവേയിലാണ് അപകടമുണ്ടായത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് 59 പേരുമായി സഞ്ചരിച്ച ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ 10 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മരിച്ച എല്ലാവരെയും ദൈവകരുണയ്ക്ക് സമർപ്പിക്കുന്നതായി മാർപ്പാപ്പ സന്ദേശത്തിൽ പറഞ്ഞു. ദുഃഖിതരായ കുടുംബാംഗങ്ങൾക്ക് ദൈവം ആശ്വാസം നൽകട്ടെയെന്നും അദ്ദേഹം പ്രാർത്ഥിച്ചു. അപകടത്തിൽപ്പെട്ട എല്ലാവരെയും മാതാവിന് സമർപ്പിച്ച മാർപ്പാപ്പ തന്റെ ആത്മീയ സാമീപ്യത്തിന്റെയും ക്രൈസ്തവ പ്രത്യാശയുടെയും അടയാളമായി അപ്പസ്തോലിക ആശീർവാദവും നൽകി. സംഭവത്തിൽ പോളിഷ് ഹംഗേറിയൻ മെത്രാൻ സമിതികളും തങ്ങളുടെ അനുശോചനവും പ്രാർത്ഥനയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപകടത്തിന്റെ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താൻ ഹംഗേറിയൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചു. യുദ്ധത്തിന്റെ മുറിവുകൾ യുദ്ധകളങ്ങൾക്കപ്പുറത്തേക്ക് രൂക്ഷ വിമർശനവുമായി ലിയോ 14 പാപ്പ. യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ കേവലം യുദ്ധങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്നും തലമുറകളോളം നീണ്ടു നിൽക്കുന്ന സാമൂഹ്യ പാരിസ്ഥിതിക ആഘാതങ്ങളാണ് അവ സൃഷ്ടിക്കുന്നതെന്നും ലിയോ 14 പാപ്പ 10ാമത് പ്രകൃതി സംരക്ഷണത്തിനായുള്ള ലോക പ്രാർത്ഥനാ ദിനത്തോടനുബന്ധിച്ച് അയച്ച പ്രത്യേക സന്ദേശത്തിലാണ് മാർപ്പാപ്പ യുദ്ധങ്ങൾക്കും പരിസ്ഥിതി നാശത്തിനുമെതിരെ ശക്തമായി സംസാരിച്ചത്. സെപ്റ്റംബർ 1 സഭ ഈ ദിനം ആചരിക്കുന്നത്. യുദ്ധോപകരണങ്ങൾക്ക് പകരം സ്നേഹവും നീതിയും കരുണയും സംഭാഷണവുമാണ് സമാധാനം സ്ഥാപിക്കാനുള്ള യഥാർത്ഥ ആയുധങ്ങളെന്ന് മാർപ്പാപ്പ പറഞ്ഞു. ദൈവത്തിന്റെ കൃപയാൽ രൂപപ്പെടുന്ന ഹൃദയങ്ങളിൽ നിന്നാണ് ഇവ ഉത്ഭവിക്കുന്നത്. സായുധ പോരാട്ടങ്ങളും പ്രകൃതി വിഭവങ്ങളുടെ നാശവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. യുദ്ധങ്ങൾ വായുവും വെള്ളവും മലിനമാക്കുകയും ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുകയും ചെയ്യുന്നു. ഇത് ദാരിദ്ര്യവും അസമത്വവും വർദ്ധിപ്പിക്കുകയും പുതിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. യുദ്ധം രാഷ്ട്രീയപരമായ പരാജയം മാത്രമല്ല, ധാർമ്മികവും ആത്മീയവുമായ പരാജയം കൂടിയാണ്. മനുഷ്യന്റെ ആർത്തിയും അധികാരപ്രയോഗവുമാണ് ഇതിനു കാരണം. ബാഹ്യമായ മാറ്റങ്ങൾ മാത്രം പോരാ. പ്രകൃതിയെയും മനുഷ്യനെയും സംരക്ഷിക്കാൻ വ്യക്തിപരമായ ഹൃദയപരിവർത്തനം അത്യാവശ്യമാണ്. ആയുധങ്ങൾക്കായി ചെലവഴിക്കുന്ന തുകയും വിഭവങ്ങളും ദരിദ്രരെ സഹായിക്കുവാനും പട്ടിണി മാറ്റുവാനും പ്രകൃതിയെ സംരക്ഷിക്കുവാനും ഉപയോഗിക്കണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. പ്രതിസന്ധികൾ വലുതാണെങ്കിലും ദൈവം നമ്മെ ഉപേക്ഷിക്കില്ല എന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. ആരാധനക്രമ സംഗീതം ദൈവമഹത്വത്തിനും വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിനുമെന്ന് ലിയോ 14 പാപ്പ. വിശുദ്ധ കുർബാനയിലും മറ്റ് ആരാധന ശുശ്രൂഷകളിലുമുള്ള വിശുദ്ധ സംഗീതം കേവലം ഒരലങ്കാരമല്ല എന്നും മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വിശ്വാസികളെ വിശുദ്ധീകരിക്കുവാനുള്ള പ്രാർത്ഥനയുടെ ഭാഗമാണെന്നും ലിയോ 14 പാപ്പ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ നടന്ന പൊതുകൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. Il sesto capitolo della Costituzione Sacrosanctum Concilium del Concilio Vaticano II è dedicato alla musica sacra. Esso afferma: la tradizione musicale della Chiesa costituisce un tesoro di inestimabile valore che eccelle tra le altre espressioni dell'arte, specialmente per il fatto che il canto sacro, unito alle parole, è parte necessaria e integrante della liturgia solenne. E specifica: la musica sacra sarà tanto più santa quanto più strettamente sarà unita all'azione liturgica, sia dando alla preghiera un'espressione più suave e favorendo l'unanimità, sia arricchendo di maggior solennità i riti sacri.
Troviamo qui il nucleo dell'insegnamento conciliare che conferma e approfondisce la funzione ministeriale della musica nella liturgia, già messa in luce da San Pio X nel motu proprio Inter Sollicitudines. La musica, infatti, è parte dell'azione liturgica e non mera decorazione della celebrazione. Nella liturgia, cantare e suonare significa pregare, sintonizzando il proprio cuore con quello delle sorelle e dei fratelli e con Dio nella partecipazione attiva al mistero celebrato. In particolare, la musica esprime la dimensione affettiva della preghiera, come afferma Sant'Agostino. Cantare amantis est, cioè cantare è proprio di chi ama. Questo è molto importante perché aiuta ad aprire il cuore all'agire di Dio nella grazia e a lasciarsene plasmare. Il canto, inoltre, favorisce la comunione. Attraverso la sinfonia delle voci contribuisce all'unione degli animi, superando le differenze tra le persone e riunendo tutti nella lode a Dio. Diventa così epifania della Chiesa, manifestazione sensibile della comunione che appartiene alla sua stessa natura. Dalla profonda valenza teologica del canto sacro, come parte integrante dell'azione liturgica, derivano alcune esigenze. Una prima è che, al di là delle mode o delle particolari sensibilità degli autori, esso deve rispondere a tutti i livelli a ciò che è più appropriato per il momento celebrativo. La forma, poi, specialmente nel suo aspetto melodico, deve essere al tempo stesso nobile e semplice, di alta qualità musicale e facilmente eseguibile, soprattutto quando è destinata ad essere cantata da tutta l'assemblea. Per lo stesso motivo, il Concilio raccomanda che anche i testi siano adeguati, profondi e nel contempo agevolmente comprensibili, ispirati principalmente alla Sacra Scrittura, ai libri liturgici e alla tradizione spirituale della Chiesa. Su questo occorre vigilare perché si mantenga viva e cresca la dinamica espressa nell'antico principio lex orandi, lex credendi, cioè la legge della preghiera e anche legge della fede. സഭയുടെ സംഗീത പാരമ്പര്യം അളവറ്റ മൂല്യങ്ങളുള്ള നിധിയാണെന്ന് മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി. സ്നേഹിക്കുന്നവരാണ് പാടുന്നതെന്ന് വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ ഓർമ്മിപ്പിച്ച മാർപ്പാപ്പ, ആരാധനക്രമ സംഗീതം വിശ്വാസികളുടെ ഹൃദയങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ലിയോ 14 പാപ്പ വ്യക്തമാക്കി. ലിറ്റർജിക്കൽ സംഗീതം വെറും ഫാഷനുകൾക്കോ വ്യക്തിഗത താൽപ്പര്യങ്ങൾക്കോ അനുസരിച്ചുള്ളതാകരുത്. അത് ലളിതവും എന്നാൽ ഉയർന്ന സംഗീത നിലവാരമുള്ളതുമായിരിക്കണം. ദൈവവചനത്തിലും സഭയുടെ പാരമ്പര്യത്തിലും അധിഷ്ഠിതമായിരിക്കണം വരികൾ. സഭയുടെ പരമ്പരാഗത സംഗീത രൂപമായ ഗ്രിഗോറിയൻ ചാൻഡിന് സഭ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അതേസമയം വിവിധ സംസ്കാരങ്ങളിലെ സംഗീത രീതികളെ സഭ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ആരാധനയുടെ ഗൗരവത്തെയും പരിശുദ്ധിയെയും തരം താഴ്ത്തുന്ന ശൈലികൾ ഒഴിവാക്കപ്പെടേണ്ടതുണ്ടെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. വൈദിക പഠന സെമിനാരികളിലും സന്യാസ ഭവനങ്ങളിലും മറ്റു കത്തോലിക്ക സ്ഥാപനങ്ങളിലും ആരാധനക്രമ സംഗീതത്തിൽ കൃത്യമായ പരിശീലനം നൽകണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. സിംബാബ്വെ ബോട്ട് ദുരന്തം ദുഃഖവും പ്രാർത്ഥനയും അറിയിച്ച് ലിയോ 14 പാപ്പ. സിംബാബ്വേയിലെ തടാകത്തിലുണ്ടായ ബോട്ട് അപകടത്തിൽ കുട്ടികളടക്കം 80-ലധികം ആളുകൾ മരണപ്പെട്ട സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ലിയോ 14 പാപ്പ. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ വഴി അയച്ച അനുശോചന സന്ദേശത്തിലാണ് മാർപ്പാപ്പ തന്റെ പ്രാർത്ഥനകളും ആത്മീയ സാമീപ്യവും അറിയിച്ചത്. മരിച്ചവരുടെ ആത്മാക്കളെ ദൈവത്തിന്റെ അനന്തമായ കരുണയ്ക്ക് സമർപ്പിക്കുന്നുവെന്നും ഉറ്റവരെ നഷ്ടപ്പെട്ട ദുഃഖത്തിലായ കുടുംബാംഗങ്ങൾക്ക്
ദൈവിക ആശ്വാസവും ശക്തിയും ഉണ്ടാകട്ടെയെന്നും മാർപ്പാപ്പ പറഞ്ഞു. രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അധികൃതർക്കും രക്ഷാപ്രവർത്തകർക്കും വേണ്ടിയും അദ്ദേഹം പ്രാർത്ഥിച്ചു. ഫിഷിംഗ് ക്യാമ്പിലേക്ക് പോകുകയായിരുന്ന ബോട്ടാണ് ഓഗസ്റ്റ് 11 തടാകത്തിൽ വെച്ച് മറിഞ്ഞത്. തടാകത്തിൽ നിന്ന് 8 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ മരണസംഖ്യ 80 ഉയർന്നതായി അധികൃതർ സ്ഥിരീകരിച്ചു. ഇതിൽ 18 കുട്ടികളും ഉൾപ്പെടുന്നു. പരിധിക്കപ്പുറം ആളുകളെ കയറ്റിയതും ശക്തമായ കാറ്റുമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 41 വർഷത്തോളം പഴക്കമുള്ള ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ദുരന്തത്തെ തുടർന്ന് സിംബാബ്വെ പ്രസിഡന്റ് ഇമ്മേഴ്സൺ എഗ്നുവ രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇരയായ കുടുംബാംഗങ്ങൾക്ക് വൈദ്യസഹായവും മാനസിക പിന്തുണയും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. റോഡ് സൗകര്യങ്ങൾ കുറവുള്ള ഈ മേഖലയിൽ ഉൾനാടൻ ഗ്രാമീണരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പ്രധാന യാത്രാമാർഗമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൃത്രിമ തടാകത്തിലൊന്നായ കരീബ. ദുരന്തത്തിന്റെ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താൻ അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവേചനങ്ങളും തടസ്സങ്ങളും ഇല്ലാതാക്കണമെന്ന് ലിയോ 14 പാപ്പ. ദൈവത്തിന്റെ കൃപയും സ്നേഹവും അതിരുകൾക്കപ്പുറത്താണെന്നും അവിടുത്തെ മേശയിൽ എല്ലാവർക്കും സ്ഥാനമുണ്ടെന്നും ലിയോ 14 പാപ്പ. കാസിൽ ഗാൻഡോൾഫയിൽ ഞായറാഴ്ചത്തെ ത്രികാല പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാപ്പ. Ieri abbiamo contemplato la Vergine Maria nel suo indissolubile rapporto con il Figlio. Nemmeno la morte ha potuto interrompere quella comunione di anima e corpo che è vita eterna. Ogni domenica ci ricorda che la stessa pienezza è riservata a chi segue Gesù. La sua risurrezione non è un avvenimento passato, ma vita nuova che ci coinvolge. La dimostra oggi la donna cananea, protagonista del Vangelo proclamato nella liturgia. Pur non appartenendo al suo popolo e abitando in una regione straniera, cerca con insistenza di parlare con Gesù, seguendolo come una discepola che ha già un legame con Lui. Non dovevano essersi mai incontrati, ma misteriosamente la fede era già sorta in lei. Non desidera qualcosa per sé, ma la pace per la figlia tormentata, e confida in Gesù, nel quale riconosce il Messia discendente di Davide. L'Evangelista non nasconde gli ostacoli che questa donna si trova a affrontare. I discepoli la vedono come una persona molesta e Gesù stesso resiste alle sue richieste. In effetti, il Maestro si era ritirato in quella regione e possiamo immaginare che, come altre volte, cercasse un luogo in disparte in cui pregare e formare i suoi. In quel momento, tuttavia, accade qualcosa di imprevisto. Meditando su questo, possiamo comprendere l'obbedienza di Gesù, che compie la sua missione, lasciandosi colpire da ciò che vede e ascolta. Alla fine le dice: «Donna, grande è la tua fede, avvenga per te come desideri». Anche oggi la Chiesa può lasciarsi sorprendere dall'opera di Dio e comunicare la pace di Cristo oltre i confini già tracciati. La sua missione è anticipata dalla grazia divina, che opera nel segreto delle coscienze, così che in ogni incontro, persino in quelli che disturbano i nostri piani, occorre tendere l'orecchio, aprire gli occhi e aprire il cuore a ciò che Dio vuole dirci. Dalla donna cananea impariamo l'umiltà e la determinazione. Grazie alla sua fede impariamo che la tavola di Dio è preparata per tutti e che a nessuno sono riservate le briciole, perché ciascuno presso il Padre ha il proprio posto.
Alla luce di questa fede diventano insopportabili le diseguaglianze, le discriminazioni, le barriere che calpestano la dignità di troppi figli e figlie di Dio. Cari fratelli e sorelle, siamo Chiesa di Gesù Cristo in un mondo tormentato, un mondo che cerca pace. A Maria, nostra Madre, chiediamo di intercedere per noi. Dalle sue labbra sgorga l'inno più forte e innovatore che sia mai stato pronunciato, il Magnificat. È il canto di chi vede ormai la realtà con lo sguardo di Dio e per questo non perde la speranza e opera nella carità. ദൈവം തങ്ങളുടെ അതിർവരമ്പുകൾക്കപ്പുറത്തും പ്രവർത്തിക്കുന്നുണ്ടെന്ന് സഭ തിരിച്ചറിയണം. മനുഷ്യരുടെ മനസാക്ഷിയിൽ സഭയുടെ ദൗത്യത്തിന് മുൻപേ തന്നെ ദൈവകൃപ പ്രവർത്തിക്കാറുണ്ട്. ദൈവത്തിന്റെ മേശ എല്ലാവർക്കുമായി ഒരുക്കിയതാണ്. ആരും കേവലം അപ്പക്കഷണങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടവരല്ല എന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. ദൈവമക്കളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും വിലക്കുകളും സഹിക്കാനാവാത്തതാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു. അശാന്തി നിറഞ്ഞ ഈ ലോകത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ക്രൈസ്തവർ മുന്നിട്ടിറങ്ങണം. ദൈവത്തിന്റെ കണ്ണുകളിലൂടെ ലോകത്തെ കാണുവാനും പ്രത്യാശ കൈവിടാതെ സ്നേഹത്തിൽ പ്രവർത്തിക്കുവാനും പരിശുദ്ധ കന്യകാമറിയത്തിനെ മധ്യസ്ഥത യാചിക്കുവാൻ മാർപ്പാപ്പ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. ഇന്തോനേഷ്യയിലെ ഭൂകമ്പം ഇരകളായവർക്ക് ആശ്വാസവുമായി ലിയോ 14 പാപ്പ. ഇന്തോനേഷ്യയിലെ ഈസ്റ്റ് നുസ ടെങ്കാര മേഖലയിലുണ്ടായ ഭൂകമ്പത്തിൽ ഉണ്ടായ ജീവഹാനിയിലും നാശനഷ്ടങ്ങളിലും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ലിയോ 14 പാപ്പ. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ വഴി അയച്ച അനുശോചന സന്ദേശത്തിലാണ് മാർപ്പാപ്പ തന്റെ ആത്മീയ സാമീപ്യവും പ്രാർത്ഥനയും അറിയിച്ചത്. ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും എല്ലാവിധ ആശ്വാസവും മാർപ്പാപ്പ ആശംസിച്ചു. ഓഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെയാണ് റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഫ്ലോറൻസ് ദ്വീപിൽ ഉണ്ടായത്. ദുരന്തത്തിൽ ഇതുവരെ 53 പേർ മരണപ്പെടുകയും 135 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 13,000-ഓളം ആളുകൾ ഭവനരഹിതരായി. 900-ലധികം വീടുകൾ പൂർണ്ണമായും തകരുകയും 450-ലധികം വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. സ്കൂളുകളും ആശുപത്രികളും ദേവാലയങ്ങളും അടക്കം 167 പൊതുകെട്ടിടങ്ങൾ ഉപയോഗശൂന്യമായി. ഫ്ലോറൻസ് ദ്വീപിലെ ശക്തമായ ഭൂകമ്പത്തിന് പിന്നാലെ സമുദ്രദ്വീപിലും 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന സഭാ സിവിൽ അധികാരികളെയും രക്ഷാപ്രവർത്തകരെയും മാർപ്പാപ്പ പ്രശംസിച്ചു. മരണമടഞ്ഞവരുടെ ആത്മാക്കളെ ദൈവകരുണയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായും സന്ദേശത്തിൽ വ്യക്തമാക്കി. ദുരിതബാധിത മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് അടിയന്തര സഹായങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കായിക രംഗം സമാധാനത്തിന് പ്രവാചക ശബ്ദമാകണം. മെഡിറ്ററേനിയൻ ഗെയിംസിന് ആശംസകളുമായി ലിയോ 14 പാപ്പ. കായിക മത്സരങ്ങൾ കേവലം ജയപരാജയങ്ങൾക്കപ്പുറം സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രവാചക ശബ്ദമായി മാറണമെന്ന് ലിയോ 14 പാപ്പ. ഇറ്റലിയിലെ ടാറന്റോയിൽ ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 3 വരെ നടക്കുന്ന 20ാമത് മെഡിറ്ററേനിയൻ ഗെയിംസിന് ആശംസകൾ നേർന്ന് സംസാരിക്കുകയായിരുന്നു പാപ്പ. വത്തിക്കാന്റെ ഔദ്യോഗിക കായിക കൂട്ടായ്മയായ അത്ലറ്റിക്ക വത്തിക്കാനയിൽ നിന്നുള്ള 4 കായിക താരങ്ങളും ഇത്തവണ മത്സരങ്ങളിൽ പങ്കെടുക്കാനെത്തുന്നുണ്ട്. മെഡിറ്ററേനിയൻ ഗെയിംസ് ഈ മേഖലയിലെയും ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കിടയിലും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ വൻകരകളിലെ 26 രാജ്യങ്ങളിൽ നിന്നായി 5000-ഓളം കായിക താരങ്ങളാണ് 33 ഇനങ്ങളിലായി മത്സരത്തിനിറങ്ങുന്നത്. മത്സരങ്ങളുടെ ആദ്യ ദിനം ടാരന്റോ കത്തീഡ്രലിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ശേഷം സ്ഥാപിക്കുന്ന പ്രത്യേക കുരിശ് ഗെയിംസ് കഴിയുന്നതുവരെ കായിക താരങ്ങൾക്ക് ആത്മീയ പ്രകാശമായി നിലകൊള്ളും. യുദ്ധങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും മൂലം ലോകം ദുരിതമനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഒന്നിച്ചു മത്സരിക്കുമ്പോൾ സമാധാനം സാധ്യമാണെന്ന വലിയ സന്ദേശമാണ് കായിക രംഗം നൽകുന്നതെന്ന് സംഘാടകർ വ്യക്തമാക്കുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.